Hello everyone, welcome back to Criticism and Theory, Module 1 Plato. Last class we discussed Plato's attack on poetry. Plato attacked poetry on three grounds. One is poetic inspiration, emotional appeal, and the third one is non-moral character. In the last class, we discussed the poetic inspiration and emotional appeal of poetry. Now we are going through the non-moral character. Okay, non-moral character. What do you mean by non-moral character? Plato attacked poetry for its lack of concern with morality. It treats virtue and vice alike. Virtue means good and vice മീൻസ് ബാഡ്. പ്ലാറ്റോ പറയാണ് പോയട്രി നന്മയെയും തിന്മയെയും ഒരേ രീതിയിലാണ് ട്രീറ്റ് ചെയ്യണത്. വെർച്യൂ ആൻഡ് വൈസ് അലൈക്ക്. അപ്പോൾ നോൺ മോറൽ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലേക്ക് എന്താ വരേണ്ടത്? ഇറ്റ് ട്രീറ്റ്സ് പോയട്രി ട്രീറ്റ്സ് വെർച്യൂ ആൻഡ് വൈസ് അലൈക്ക്. അപ്പോൾ പ്ലാറ്റോ സേസ് ദാറ്റ് പോയട്രി ലാക്സ് മൊറാലിറ്റി. പോയട്രി ലാക്ക്, അതിൽ മൊറാലിറ്റി കുറവാണ്. പ്ലാറ്റോ സേസ് ദാറ്റ് poetry lacks morality. It considers virtue and vice alike. In dramas എന്താണ് അങ്ങനെ പറയാൻ കാരണം നോക്കൂ. Virtue often comes to grief in literature. Many evil characters are happy. Many virtuous men ആർ സീൻ അൺഹാപ്പി. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ചില ഡ്രാമകളിൽ പിന്നെ എന്താണ് വെർച്വസ് ആയ ആളുകൾക്ക് സങ്കടം ഉണ്ടാവുന്നതും ഈവിൾ ക്യാരക്ടേഴ്സിന് എപ്പോഴും ഹാപ്പി ആയിട്ട് അവരെ എല്ലാ സംഭവങ്ങളും ഫുൾഫിൽ ചെയ്ത് പോണതും ഇതൊക്കെ ജനങ്ങളെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ബാഡ് മെസ്സേജുകളാവും ഇതിലൂടെ വരിക എന്നുള്ളതാണ് പ്ലാറ്റോ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും in dramas sometimes good fails and evil succeed. മനസ്സിലായോ? ഡ്രാമകളിൽ ചില സമയത്ത് നന്മ തോൽക്കും ചെയ്യും, തിന്മ ജയിക്കുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാവാറില്ലേ? അധിക ഫിലിമുകളും ചിലപ്പം ഗുണ്ടകൾ ജയിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഹീറോസ് തോൽക്കുക അല്ലെങ്കിൽ അവർ മരിച്ചു പോകുക, അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നത് ഒരിക്കലും നല്ലതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇറ്റ് ട്രീറ്റ്സ് virtue and vice alike. Virtue often comes to grief in literature. Many evil characters are happy. Many virtuous men are seen unhappy. അങ്ങനെ പറഞ്ഞാൽ in dramas sometimes good fails and evil succeed without any moral concern. അല്ലേ? ഒരു മോറൽ പരിഗണനയും ഇല്ലാതെ ഇൻ ഡ്രാമകളിൽ സംടൈംസ് ചില സമയങ്ങളിൽ ഗുഡ് നന്മ ഫെയിൽ ചെയ്യും, ഈവിൾ സക്സീഡ് ചെയ്യും എന്നാണ് പറയുന്നത്. ആ പോയിന്റ് എഴുതി വെക്കണം കേട്ടോ. നോക്കൂ, പിന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെക്കുക, പറയുന്നതെല്ലാം നോട്ടിലേക്ക് എഴുതി വെക്കണം കേട്ടോ. ഇൻ ക്ലാസിക്കൽ ഗ്രീക്ക് ലിറ്ററേച്ചർ ദ ഗോഡ്സ് ആർ പോർട്രേയ്ഡ് ദ മോസ്റ്റ് അൺഫേവറബിൾ ലൈറ്റ്. പിന്നെ ഗോഡിൻ്റെ ചിത്രീകരണം, ഗോഡിനെയൊക്കെ അങ്ങനെ ചിലപ്പം കള്ളനായിട്ട് തീഫായിട്ടൊക്കെ ഗോഡിനെ ചിത്രീകരിക്കും. ഇതൊക്കെ ശരിക്കും പറ്റുമോ? ഗോഡിന് നമ്മളൊന്നും പറയാൻ പാടില്ല, കാരണം ഗോഡ് നന്മ മാത്രമുള്ള ആളാണ്. പക്ഷേ പോയട്രിയിലേക്ക് ഗോഡ് വരുന്ന സമയത്ത് ചിലപ്പം ഗോഡിനെ ചതിയനായിട്ട് ചിത്രീകരിക്കൊണ്ടോ ദേ ആർ പ്രസൻറ്റഡ് അൺജസ്റ്റ് ആൻഡ് റിവെഞ്ച്ഫുൾ. ഉണ്ടോ ഗോഡിനെ ക്ലാസിക്കൽ ഗ്രീക്ക് ലിറ്ററേച്ചർ, ഇപ്പോൾ അഷൂറമിസ് എടുക്കുന്ന ആ പേപ്പറിൽ ക്ലാസിക്കൽ ഗ്രീക്ക് ലിറ്ററേച്ചർ ഇല്ലേ, ഗ്രീക്ക് ട്രാജഡീസ്, അതിലൊക്കെ ഗോഡിനെ പോർട്രേ ചെയ്യണത് എങ്ങനെയാണ്? അൺഫേവറബിൾ ആയിട്ടാണ്, അല്ലെങ്കിൽ അൺജസ്റ്റ് എന്താണ് റിവെഞ്ച്ഫുൾ ആയിട്ട് ഗോഡിനെ ചിത്രീകരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത് ശരിയല്ല എന്നാണ് പ്ലാറ്റോ പറയുന്നത് കേട്ടോ. ഇറ്റ് വിൽ പാസ്. ഇങ്ങനെ ചീത്ത കാര്യങ്ങൾ എന്താണ്, ഗുഡ് ഫെയിൽ ആവുക, നന്മ ജയിക്കുക, തിന്മ ജയിക്കുക എന്നൊക്കെ പറയുന്നത് എന്ത് ഉണ്ടാക്കും? ഇറ്റ് വിൽ പാസ് എ ബാഡ് മെസ്സേജ് ടു ദ പബ്ലിക്. ഇത് പബ്ലിക്കിനൊരു ബാഡ് മെസ്സേജാണ് കൊടുക്കുക, നല്ല മെസ്സേജ് അല്ല അല്ലേ? പീപ്പിൾ മേ തിങ്ക് ദാറ്റ് ഈവിൾ ഡൂയിങ്സ് ഈസ് ഗുഡ്. ജനങ്ങൾ വിചാരിക്കും ഈ ഈവിൾ ഡൂയിങ്സ് ആണ് നല്ലത്, കാരണം അതാണല്ലോ ജയിക്കുന്നത്, അപ്പോൾ അതായിരിക്കും നല്ലത് എന്ന് ജനങ്ങൾ വിചാരിക്കും. ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗോഡ്സ് ആൻഡ് ഹീറോസ് ഇൻ ഡ്രാമ ഈസ് ഓൾസോ ഒബ്സർവ്ഡ് ആസ് ഒബ്ജെക്ഷണബിൾ ബൈ പ്ലാറ്റോ.
അതെന്താണ് അങ്ങനെ പറഞ്ഞാൽ, ഗോഡ്സിന് എന്താണ് പോർട്രേറ്റ്സ് ഓഫ് ഗോഡ്സ് ആൻഡ് ഹീറോസ് ആർ എക്സ്പെഷ്യലി ഒബ്ജക്ഷൻ. ഗോഡിൻ്റെ ചിത്രീകരണവും ഹീറോസിൻ്റെ ചിത്രീകരണവും ഒക്കെ ആക്ഷേപകരമാണ്. അതിനൊക്കെ പ്ലാറ്റോ ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഗോഡിനെ എങ്ങനെ ചീത്ത രീതിയിൽ ചിത്രീകരിക്കുക? പിന്നെ ഹീറോസിന് എന്താണ് എപ്പോഴും ഉണ്ടാവുക നോക്കൂ. ഹീറോസ് ആർ സ്വൈഡ് ബൈ അൺകൺട്രോളബിൾ പാഷൻ ഓഫ് ഓൾ കൈൻഡ്സ്. എല്ലാ നിയന്ത്രിക്കാൻ പറ്റാത്ത പാഷൻസും ആർക്കുണ്ടാവും? ഹീറോസിനുണ്ടാവും. അത് നല്ലതാണോ? ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടാവും, പിന്നെ പ്രൈഡ് അഹങ്കാരം ഉണ്ടാവും, പിന്നെ ഗ്രീഫ് ദുഃഖങ്ങളുണ്ടാവും, മതിയായ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ദുഃഖങ്ങൾ, പിന്നെ ലസ്റ്റ് ത്വര, ആവശ്യമില്ലാത്ത ഗ്രീഡ് അല്ലേ, ആ ഒരു ത്വര, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ലിറ്ററേച്ചർ കറപ്റ്റഡ് ബോത്ത് സിറ്റിസൺ ആൻഡ് സ്റ്റേറ്റ് എന്നാണ് പ്ലാറ്റോ പറയുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ സിറ്റിസണിനും സ്റ്റേറ്റിനും തന്നെ കറപ്റ്റഡ് ആക്കും. അതൊക്കെ ഒരു എന്താ പറയുക, ഒരു കള്ളത്തരം അഴിമതിയുള്ള ഒരു സംഭവമാക്കി മാറ്റുകയാണ് ലിറ്ററേച്ചർ ഇതിലൂടെയൊക്കെ ചെയ്യുന്നത് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഗോഡിനെ റിവെഞ്ചഫുള്ളായിട്ടും അൺജസ്റ്റായിട്ടും ചിത്രീകരിക്കും. ഹീറോസിൽ എല്ലാ വേണ്ടാത്ത സ്വഭാവങ്ങളും നിങ്ങൾ തന്നെ കണ്ടിട്ടില്ലേ? ഹീറോസിൻ്റെ വേണ്ടാത്ത സ്വഭാവം കൊണ്ടാണല്ലോ ചിലപ്പം ഫിലിമുകളിലൊക്കെ ഹീറോക്ക് എന്താണ് അധപതനങ്ങൾ സംഭവിക്കുക. ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ ട്രാജഡിയിലൊക്കെ അങ്ങനെയാണ്, ഹീറോസിന് വേണ്ടാത്ത എന്തെങ്കിലും സ്വഭാവം ഉണ്ടാവും. അപ്പോൾ മാക്ബത്തിലാണെങ്കിൽ ഓവർ വാൾട്ടിങ് അംബീഷന്, പിന്നെന്താണ് മറ്റേ ഹാംലെറ്റിലാണെങ്കിൽ നമുക്കറിയാം പ്രൊക്കാസ്റ്റിനേഷൻ, ഇങ്ങനെ മാറ്റി വെക്കുക എന്നുള്ളൊരു സ്വഭാവം കൊണ്ടാണ് ഹീറോ അധപതിച്ച് അവസാനം അയാൾ തന്നെ മരിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സ്വഭാവം ഹീറോസിന് ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ ഇങ്ങനെ അതിയായിട്ടുള്ള പ്രൈഡ് ആങ്കർ ഗ്രീഫ് ലസ്റ്റ് ഇതൊക്കെ ഉണ്ടായത് കൊണ്ട് ഒരിക്കലും അതൊരു നന്മയിലല്ല എത്തുന്നത്. ഗോഡ് ആർ പ്രസൻറ്റഡ് ആസ് റിവെഞ്ച്ഫുൾ ആൻഡ് ഗിൽറ്റി, ദേ ആർ നോട്ട് മോറലി ഗുഡ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്യാരക്ടർ ഈ ഹീറോസിനെ എങ്ങനെ ചിത്രീകരിക്കുന്നതും ഗോഡിനെ എങ്ങനെ ചിത്രീകരിക്കുന്നതൊന്നും ഒരിക്കലും നല്ലതല്ല. അപ്പോൾ ഇതാണ് പ്ലാറ്റോ മൂന്നാമത്തെ ഗ്രൗണ്ടിൽ പോയട്രിനെ അറ്റാക്ക് ചെയ്തത്. അപ്പോൾ ഒന്നാമത്തത് പോയറ്റിക് ഇൻസ്പിരേഷൻ, രണ്ടാമത്തത് ഇമോഷണൽ അപ്പീൽ. എന്താണ് പോയറ്റിക് ഇൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ? ബീയിങ് എ പ്രോഡക്റ്റ് ഓഫ് ഇൻസ്പിരേഷൻ, ഇറ്റ് ഈസ് നോട്ട് എ റിലയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രൂത്ത്. വെറും ഒരു വികാരത്തിൻ്റെ പ്രൊഡക്റ്റായിട്ടുള്ള പോയട്രിക്ക് ഒരിക്കലും എന്താവാൻ പറ്റില്ല, ഒരു റിലയബിൾ വിശ്വസിക്കാൻ പറ്റിയൊരു ഗൈഡ് ആവാൻ ഒരിക്കലും പറ്റില്ല. ഒരു ഇൻസ്പിരേഷൻ്റെ പ്രോഡക്റ്റായ ഇറ്റ് ഈസ് നോട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ഡീപ്പ് തോട്ട് ലൈക്ക് ഫിലോസഫിനെ പോലെ അതിയായിട്ട് ചിന്തിച്ചിട്ടൊന്നും അല്ല ഒരു പോയം ഉണ്ടാവുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് പെർഫെക്റ്റ്. ഇതൊരു പെർഫെക്റ്റ് ഗൈഡ് അല്ല അല്ലേ. പോയറ്റ് ആൻഡ് പോയട്രി ആർ നോട്ട് സേഫ് ഗൈഡ്സ് എന്നും പറയുന്നുണ്ട് അല്ലേ. പോയറ്റ്സ് ആർ ലയേഴ്സ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതാണ് പോയറ്റിക് ഇൻസ്പിരേഷൻ. രണ്ടാമത്തെ ഗ്രൗണ്ട് എന്താണ്? ഇമോഷണൽ അപ്പീൽ ഓഫ് പോയട്രി. എന്താണ് അത്? അതിലെന്താണ് പറയുന്നത്? Poetry increases only the emotional capacity of the readers, but it does not increase the reasoning power. ശരിക്കും നോട്ട് ചെയ്ത് വെക്കണം. ഇമോഷണൽ അപ്പീൽ ഓഫ് പോയട്രിയിൽ എന്താണ് പറയുന്നത്? പോയട്രി ഡസ് നോട്ട് ഇൻക്രീസ് ദ ഇമോഷണൽ കപ്പാസിറ്റി ഓഫ് ദ റീഡേഴ്സ്. It increases the emotional capacity of readers, but it does not increase the reasoning power. മൂന്നാമത്തേൽ എന്താണ് പറയുന്നത്? പ്ലാറ്റോ says that poetry lacks morality. It considers virtue and vice alike. In dramas, sometimes good fails and evil succeeds. മനസ്സിലായോ? ചില സമയത്ത് ഡ്രാമകളിൽ നന്മ ഗുഡ് ഫെയിലാവുകയും ചെയ്യും, നന്മ സക്സീഡ് ചെയ്യുകയും ചെയ്യും. ഒരു മോറൽ കൺസേണും ഇല്ലാതെ, വിതൗട്ട് എനി മോറൽ കൺസേൺ. മനസ്സിലായോ? അതിനോട് എന്താണ് ദോഷം? ഇങ്ങനെ വെർച്യൂനെയും വൈസിനെയും സെയിം രീതിയിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ പാസ് എ ബാഡ് മെസ്സേജ് ടു ദ പബ്ലിക്. ഇതൊരു ബാഡ് മെസ്സേജാണ് പബ്ലിക്കിന് കൊടുക്കുക. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ദേ ആർ നോട്ട് മോറലി ഗുഡ്. ഇതിലൊരിക്കലും ഒരു നന്മ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഫങ്ഷൻ ഓഫ് പോയട്രി അക്കോർഡിംഗ് ടു പ്ലാറ്റോ. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റായി പഠിക്കണം. ഒന്ന് തിയറി ഓഫ് ഐഡിയാസ് ആണ് പറഞ്ഞത്. രണ്ടാമത്തത് പ്ലാറ്റോ അറ്റാക്ക് പോയട്രി ഓൺ 3 ഗ്രൗണ്ട്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഫങ്ഷൻ ഓഫ് പോയട്രി അക്കോർഡിംഗ് ടു പ്ലാറ്റോ.
അപ്പോൾ അക്കോർഡിംഗ് ടു പ്ലാറ്റോ പോയട്രി ഗീവ്സ് മിയർ പ്ലഷർ ബട്ട് ക്യാൻ ബി ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്. പ്ലാറ്റോ പറയാണ് പോയട്രി വെറും ഒരു പ്ലഷർ, ഒരു സന്തോഷം മാത്രമേ തരുന്നുള്ളൂ, അത് മാത്രം ആവരുത് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത്. പിന്നെ ഹി കാൺഡ് കൺസീവ് ഓഫ് ആർട്ട് ആസ് ഡിവോയ്സ്ഡ് ഫ്രം മോറൽസ്. അദ്ദേഹത്തിന് പ്ലാറ്റോക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല, സങ്കല്പിക്കാൻ പോലും കഴിയില്ല, കൺസീവ് ചെയ്യാൻ കഴിയില്ല ഓഫ് ആർട്ട് ആസ് ഡിവോയ്സ്ഡ് ഫ്രം മോറൽസ്. മൊറാലിറ്റി ഇല്ലാത്ത ഒരാർട്ട്, പിന്നെ എന്താണ്, ആർട്ടിൽ നിന്നും മൊറാലിറ്റി ഡിവോയ്സ് ചെയ്ത ഒരു ആർട്ടിന് ഒരിക്കലും നമ്മുടെ പ്ലാറ്റോക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സങ്കല്പിക്കാൻ കഴിയില്ല. കാരണം അയാൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ്, പ്ലാറ്റോ പറഞ്ഞിട്ടുണ്ട് ആർട്ട് ലാക്സ് മൊറാലിറ്റി എന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു ആർട്ടിന് ഒരിക്കലും നമ്മുടെ പ്ലാറ്റോക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അക്കോർഡിംഗ് ടു പ്ലാറ്റോ പോയട്രി ഗിവ്സ് മിയർ പ്ലഷർ ബട്ട് can't be its objective. He can't conceive of art as divorced from morals. മൊറാലിറ്റിയിൽ നിന്നും ഡിവോയ്സ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിനെ ഒരിക്കലും പ്ലാറ്റോക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. പോയട്രി ഗീവ്സ് us mere pleasure. However, Plato is of opinion that mere pleasure should not be its objective. വെറും ഒരു മിയർ തന്നെ ഉപയോഗിക്കണം കേട്ടോ. മിയർ പ്ലഷർ ഷുഡ് നോട്ട് ബി ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. മിയർ പ്ലഷർ ആവരുത് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്, ആർട്ടിൻ്റെ ഒബ്ജക്റ്റീവ്. ഇഫ് ഇറ്റ് ഈസ് ഏബിൾ ടു പ്രൊവൈഡ് മോറൽസ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഏബിൾ ടു പ്രൊവൈഡ്, ഇതിനൊരിക്കലും എന്താണ് മോറൽസിനെ പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ലെസ്, ആർട്ട് ഈസ് യൂസ്ലെസ്. മോറൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ആർട്ട് എന്താണ്, ഒരു യൂസ്ലെസ് ആണ്, അതിനോടൊരു കാര്യമില്ല. പിന്നെ സോ എവരിവെയർ ഹി സജസ്റ്റഡ് ട്രൂത്ത് ആസ് ദ ടെസ്റ്റ് ഓഫ് പോയട്രി. എല്ലായിടത്തും നമ്മുടെ പ്ലാറ്റോ പറയുന്നത് എന്താണ്, പോയത്തിൽ സത്യം ഉണ്ടോ എന്നുള്ളത് നോക്കണം, എന്നാൽ മാത്രമേ അത് അംഗീകരിക്കാൻ പറ്റുള്ളൂ. അയാൾ സജസ്റ്റ് ചെയ്യാണ് ട്രൂത്ത് ആയിരിക്കണം പോയട്രി ട്രസ്റ്റ് ചെയ്യാനുള്ള മാനദണ്ഡം. വാട്ട് കോൺട്രിബ്യൂഷൻ ഇറ്റ്സ് മേക്സ് ദ നോളേജ് ഓഫ് വെർച്യു. പിന്നെ എന്തും കൂടി നോക്കണം, അവിടെ സെമിക്കോളൻ അല്ല കേട്ടോ, കോമയാണ്. എന്തൊക്കെയാണ് നോക്കേണ്ടത്? ഒന്ന്, ട്രൂത്ത് ആയിരിക്കണം പോയട്രിൻ്റെ ടെസ്റ്റ്. പിന്നെ രണ്ടാമത്തത്, എന്ത് കോൺട്രിബ്യൂഷൻ ആവണം, നോളേജ് ഓഫ് വെർച്യു, നന്മയിലേക്ക് എന്ത് കോൺട്രിബ്യൂഷൻ പോയട്രി കൊടുത്തു എന്നുള്ളതും ആയിരിക്കണം നമ്മൾ നോക്കേണ്ട മാനദണ്ഡം. ഓൺലി ദിസ് വേ ഇറ്റ് കുഡ് മൗൾഡ് എ ക്യാരക്ടർ ആൻഡ് പ്രൊമോട്ട് ദ വെൽബീയിങ് ഓഫ് ദി സ്റ്റേറ്റ്. അപ്പോൾ എന്താ പറഞ്ഞത്, ഈ ഒരു രീതിയിലാണെങ്കിൽ മാത്രം, നല്ല പോയട്രി ആണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നന്മൻ അത് ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, നല്ലൊരു ക്യാരക്ടർ മോൾഡ് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ പ്രൊമോട്ട് എ വെൽബീയിങ് ഓഫ് ദ സ്റ്റേറ്റ്, നല്ലൊരു സ്റ്റേറ്റിനെ കെട്ടിപ്പടുക്കാൻ കഴിയുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള പോയട്രി മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആക്സെപ്റ്റബിൾ ആവുള്ളൂ. അല്ലാത്ത പോയട്രീസൊക്കെ എന്താണ്, യൂസ്ലെസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ഇതിൽ എന്താ പറഞ്ഞത് നോക്കൂ. അക്കോർഡിംഗ് ടു പ്ലാറ്റോ പോയട്രി ഷുഡ് നോട്ട് ഓൺലി പ്ലീസ് അസ്, ഇറ്റ് ഷുഡ് ഓൾസോ ടീച്ച് അസ് സം ഗുഡ് വെർച്യൂസ്. നന്മ പഠിപ്പിക്കണം പോയട്രി നമ്മളെ. അല്ലാതെ മൊറാലിറ്റി ഇല്ലാത്തൊരു പോയട്രിക്ക് ഒരിക്കലും എന്തുണ്ടാക്കാൻ കഴിയില്ല, ഐദർ ടു മോൾഡ് എ ക്യാരക്ടർ നോട്ട് ടു പ്രൊമോട്ട് എ വെൽബീയിങ് ഓഫ് ദ സ്റ്റേറ്റ്. എങ്ങനെയുള്ള പോയട്രിക്കാണ് പിന്നെ ഇതൊക്കെ ചെയ്യാൻ കഴിയുക, ഒരു നന്മ ട്രീറ്റ് ചെയ്യണേ അല്ലേ. അപ്പോൾ എങ്ങനെ ആവണം, അപ്പോൾ ഇയാൾ പറയാണ് ആവണം എന്നാട്ടോ പറയുന്നത്. ഫങ്ഷൻ ഓഫ് പോയട്രി, പ്ലാറ്റോൻ്റെ അഭിപ്രായത്തിൽ പോയട്രി എന്താവണം എന്നാണ് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി, മനസ്സിലായോ? അപ്പോൾ ഇറ്റ് ഷുഡ് ബി ടീച്ച് അസ് സം ഗുഡ് വെർച്യൂസ്, നന്മ പഠിപ്പിക്കണതായിരിക്കണം പോയംസ്. ഇഫ് ഇറ്റ് ഡസ് നോട്ട് ടീച്ച് എനിത്തിങ്, ഇത് ഒരിക്കലും നന്മ പഠിപ്പിക്കണില്ല എന്നുണ്ടെങ്കിൽ, എനിത്തിങ് വെർച്യൂ ആയിട്ടുള്ളതൊന്നും പഠിപ്പിക്കണില്ല എന്നുണ്ടെങ്കിൽ പോയട്രി ഈസ് യൂസ്ലെസ്, പോയട്രി ഒരു ഉപകാരമില്ലാത്തതാണ്. പോയറ്റ് ഷുഡ് ഓൾസോ ബി എ ഗുഡ് ടീച്ചർ. പിന്നെ പോയറ്റ് എന്തായിരിക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പോയറ്റ് അക്കോർഡിംഗ് ടു പ്ലാറ്റോൻ്റെ അഭിപ്രായത്തിൽ പോയറ്റ്സ് ആർ ലയേഴ്സ് ആണ്, പോയറ്റ്സ് ഡസ് നോട്ട് ബി എ ടീച്ചറാണ്. പക്ഷേ പ്ലാറ്റോ പറയാണ് പോയറ്റ് ഷുഡ് ബി എ ഗുഡ് ടീച്ചർ, ആയിരിക്കണം. അപ്പോൾ ഫങ്ഷൻ പറയുമ്പോൾ ആയിരിക്കണം എന്ന് ഒരു ഇത് വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത്, ഇപ്പം അല്ല. പോയറ്റ് ഷുഡ് ഓൾസോ ബി എ ഗുഡ് ടീച്ചർ. ഹി സജസ്റ്റ് ട്രൂത്ത് ആസ് ദ ടെസ്റ്റ് ഫോർ ഗുഡ് പോയട്രി. നല്ല പോയട്രി ടെസ്റ്റ് ചെയ്യാനുള്ള മാനദണ്ഡം എന്തായിരിക്കണം, ട്രൂത്ത് ആയിരിക്കണം. ഈ പോയട്രി ക്യാൻ ബി യൂസ്ഡ് ഫോർ ടീച്ചിങ് ഗുഡ് വാല്യൂസ് ആൻഡ് വെർച്യൂസ്.
good values and virtues, it will help to promote the welfare of the state and molding a good character. അപ്പോൾ അങ്ങനെയുള്ളൊരു പോയട്രിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നന്മ ട്രീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ, നല്ലൊരു ക്യാരക്ടർ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. പിന്നെ Plato says that pleasure, even of the highest kind to us, ranks low in Plato's scale of value. പ്ലാറ്റോനിക്ക് വേണമെങ്കിൽ എന്താണ്, പ്ലഷർ ആയിരിക്കും, നമുക്ക് പ്ലഷർ വലിയതായിട്ട് സംഭവമായിട്ട് തോന്നുന്നുണ്ടാവും, ഒരു സന്തോഷം ഉണ്ടാവുക എന്നുള്ളത്. പക്ഷേ ഇത് പ്ലാറ്റോൻ്റെ അഭിപ്രായത്തിൽ ഇതിന് ലോ റാങ്കാണ്. എ പോയറ്റ് ഈസ് എ ഗുഡ് ആർട്ടിസ്റ്റ് ഓൺലി. പോയറ്റ് ഒരു നല്ല ആർട്ടിസ്റ്റ് മാത്രമാണ്. സോ ഫാർ ആസ് ഹീസ് എ ഗുഡ് ടീച്ചർ. പക്ഷേ അതിലപ്പുറം അയാൾ എന്തായിരിക്കണം, ഒരു നല്ല ടീച്ചറായിരിക്കണം. ഹീ ഷുഡ് ബി എ ഗുഡ് ടീച്ചർ. പോയറ്റ് മസ്റ്റ് ബി എ ടീച്ചർ. പോയറ്റ് നല്ലൊരു ടീച്ചറായിരിക്കണം. ഇൻ ഫേമസ് പാസേജ് ഇൻ ദ റിപ്പബ്ലിക് ഹീ സേസ് ദാറ്റ് വി മസ്റ്റ് ലുക്ക് ഫോർ ആർട്ടിസ്റ്റ് who are able out of the goodness of their own nature to trace the nature of beauty and perfection, so that our young men like persons who live in a healthy place may be perpetually influenced for God. നമുക്ക് ഇയാൾ പറയുകയാണെന്നാണ് എൻ്റെ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ ബുക്കിൽ എഴുതിയ കുറച്ച് കോഡ്സാണ് കേട്ടോ. നമ്മൾ ഒരു നല്ലൊരു ആർട്ടിസ്റ്റിനെ നോക്കുകയാണെങ്കിൽ അവർക്ക് കഴിയും, എല്ലാ നന്മകളും ഉണ്ടായിരിക്കും, നേച്ചറിനെ ട്രേസ് ചെയ്യാൻ കഴിയും. ട്രേസ് നേച്ചർ ഓഫ് ബ്യൂട്ടി, ബ്യൂട്ടി ഓഫ് നേച്ചർ നല്ല രീതിയിൽ ട്രേസ് ചെയ്യാൻ കഴിയുന്ന ഒരാളായിരിക്കും അയാൾ എന്തായിരിക്കും, ഒരു ഹെൽത്തി ആയിട്ടുള്ള ആളായിരിക്കും, ഗോഡിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാളും ആയിരിക്കണം. പിന്നെ പോയട്രിക് ട്രൂത്ത് must be the highest truth, ideal form of justice, goodness and beauty. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, ഇത് അണ്ടർലൈൻ ചെയ്ത് വെക്കട്ടോ. പോയറ്റിക് ട്രൂത്ത് മസ്റ്റ് ബി ദ ഹയസ്റ്റ് ട്രൂത്ത്, ഐഡിയൽ ഫോം ഓഫ് ജസ്റ്റിസ്. അപ്പോൾ ഫങ്ഷൻ ഓഫ് പോയട്രി 2 മാർക്കിനും ക്വസ്റ്റ്യൻ വരും, പാരഗ്രാഫ് ക്വസ്റ്റ്യനും വരും. അപ്പോൾ പെട്ടെന്ന് ഫങ്ഷൻ ഓഫ് പോയട്രി എന്താണെന്ന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എന്താണ് ഫങ്ഷൻ ഓഫ് പോയട്രി എന്ന് ഒറ്റ വാക്കിൽ എന്താ കിട്ടേണ്ടത്? അക്കോർഡിംഗ് ടു പ്ലാറ്റോ poetry gives mere pleasure but it can't be its objective. എന്താ പറയേണ്ടത്? poetry gives us pleasure, however Plato is of opinion that mere pleasure should not be its objective. വെറും ഒരു mere pleasure ആവരുത് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്. it is not able to provide morals. ഇതിനൊരിക്കലും മോറൽസിനെ നന്മ പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല. it is useless. പിന്നെ ഫങ്ഷൻ ഓഫ് പോയട്രി ഷുഡ് നോട്ട് ബി മിയർ പ്ലഷർ. ഫങ്ഷൻ ഓഫ് പോയട്രി ഒരിക്കലും മിയർ പ്ലഷർ ആവരുത്. ദ പോയറ്റ് ഷുഡ് ബി എ ഗുഡ് ടീച്ചർ ഓഫ് വാല്യൂസ് ആൻഡ് വെർച്യൂസ്. പോയറ്റ് നല്ലൊരു ടീച്ചറായിരിക്കണം. എന്തിൻ്റെ? വാല്യൂസിൻ്റെയും വെർച്യൂസിൻ്റെയും നല്ലൊരു ടീച്ചറായിരിക്കണം ഒരു പോയറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഒന്നുകൂടി ഫങ്ഷൻ ഓഫ് പോയട്രി ജസ്റ്റ് ഒന്ന് പറയാണ്. ശരിക്കും ഈ ഒരു പോയിന്റ് നല്ലോണം നോട്ട് ചെയ്ത് വെക്കണം. പോയട്രി ഗീവ്സ് അസ് മിയർ പ്ലഷർ, ഹൗവർ പ്ലാറ്റോ ഈസ് ഓഫ് ഒപ്പീനിയൻ ദാറ്റ് mere pleasure should not be its objective. If it is not able to provide morals, it is useless. Function of poetry should not be mere pleasure. The poet should be a good teacher of values and virtues. Poetic truth must be the highest truth, ideal form of justice, goodness, beauty. പോയട്രിൻ്റെ ഫങ്ഷന് പോയറ്റിൻ്റെ ഫങ്ഷൻ ഒരിക്കലും എന്താവരുത്, ഒരു മിയർ പ്ലഷർ ആവരുത്. വെറും പ്ലഷർ ഉള്ളതിലൊന്നും ഒരു നന്മ ഉണ്ടാവില്ല. ഇതൊന്നും സൊസൈറ്റിക്ക് എന്തുണ്ടാക്കാനും സാധിക്കില്ല. പോയറ്റിക് ട്രൂത്ത് ആയിരിക്കണം ഹയ്യസ്റ്റ് ട്രൂത്ത് ഈ ഭൂമിയിൽ. ഐഡിയൽ ഫോം ഓഫ് ജസ്റ്റിസ്, നീതിയുടെ മാതൃക ആയിരിക്കണം, നന്മയുടെ മാതൃകയായിരിക്കണം, ബ്യൂട്ടിയുടെ മാതൃകയായിരിക്കണം പോയറ്റിക് ട്രൂത്ത്. പോയറ്റ്സ് മസ്റ്റ് ബി ദ ടീച്ചേഴ്സ്. പോയറ്റ് ആയിരിക്കണം ടീച്ചേഴ്സ്. എന്തിൻ്റെ? വാല്യൂസിൻ്റെയും വെർച്യൂസിൻ്റെയും ടീച്ചർ പോയറ്റ് ആയിരിക്കണം. ഇത്രയാണ് ഫങ്ഷൻ ഓഫ് പോയട്രി. ഇത്രയും കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ട് പഠിക്കട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.